നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതത്തെക്കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് അൺസൈഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ അൽഗോരിതമാണ്. അപ്പോൾ ഇതാണ് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഫ്ലോ ചാർട്ട്. നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എന്നിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് അനുസരിച്ച് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പേഴ്സ് 15 × 11 ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു അൽഗോരിതത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ ആണ്, അതുപോലെ സി ക്യാരി ആണ്, എ അക്യുമുലേറ്റർ, അതുപോലെ കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസേഷനാണ്. സോ ഇനിഷ്യലൈസേഷന് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അവിടെ റിമാർക്സിൽ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അക്യുമുലേറ്റർ 0 ആക്കി വെക്കുന്നു. 4 ബിറ്റാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. 4 ബിറ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. അക്യുമുലേറ്റർ 0 0 0 0 ആക്കി വെക്കുന്നു. അതുപോലെ ക്യാരിയും 0 ആക്കി സെറ്റ് ചെയ്യുന്നു. കോഷ്യൻ്റായിട്ട് വരുന്ന ക്യൂ എന്ന് പറയുന്നത് 11ൻ്റെ ബൈനറി ഇക്വലൻ്റ് ആണ്, 1011. പിന്നെ എം എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ നമ്പർ, അതായത് 15ൻ്റെ ബൈനറി ഈക്വലൻ്റ്. 15ൻ്റെ 4 ബിറ്റ് ബൈനറി ഈക്വലൻ്റ് വരുമ്പോൾ ഓൾ വൺസ് ആണ് വരുന്നത്, അതാണ് എം. പിന്നെ കൗണ്ട് 4 ആണ്. കൗണ്ട് 4 ആകാൻ കാരണം ഇവിടെ നമ്മൾ 4 ബൈനറി ഡിജിറ്റ്സ് ആണ് എടുക്കുന്നത്. 4 ബിറ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം 4 റൗണ്ട് പോയാൽ മതി. അപ്പോൾ 4 റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ഇത്രയാണ് ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നത്. ക്യാരി 0, അക്യുമുലേറ്റർ 0, ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ. അപ്പോൾ ഇവിടെ 11 എടുത്തേക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ. അതുപോലെ കൗണ്ട് 4 വെക്കുന്നു. ഓക്കെ, ഇതാണ് ഈ ഒരു അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സോ ഇനി എന്താ ചെയ്യേണ്ടത്? സോ ഇനി ചെയ്യേണ്ടത് Q0 1 ആണോ എന്ന് നോക്കുക. Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ Q എന്ന് പറയുന്ന ആ നമ്പറിൻ്റെ LSB, അതാണ് Q0 എന്ന് പറയുന്നത്. അത് 1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എസ് ആണെങ്കിൽ A = A+M. അക്യുമുലേറ്ററും എമ്മിൻ്റെ വാല്യൂവും മൾട്ടിപ്ലിക്കൻ്റിൻ്റെ വാല്യൂവും കൂടെ ആഡ് ചെയ്ത് ആ ഒരു സം എയിൽ കീപ്പ് ചെയ്യുക. നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ചെയ്യുക. എസ് ആണെങ്കിൽ 2 കാര്യം ചെയ്യണം. ആദ്യം അക്യുമുലേറ്ററും മൾട്ടിപ്ലിക്കനും കൂടെ സം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് CAQ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. നോ ആണെങ്കിലോ? നോ ആണെങ്കിൽ ഈ അഡീഷൻ ചെയ്യേണ്ട, ബട്ട് ഈ ഒരു ഷിഫ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യണം. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എസ് ആണെങ്കിൽ എയും എമ്മും കൂടെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് CAQ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. Q0 0 ആണെങ്കിൽ 1 അല്ല എങ്കിൽ എന്ത് വേണം? അഡീഷൻ നടത്തേണ്ട, ഈ ഒരു ഷിഫ്റ്റിംഗ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം ഇത് ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് കൗണ്ട് 0 ആണെന്ന് നോക്കുക. കൗണ്ട് 0 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. 0 അല്ലെങ്കിൽ വീണ്ടും എന്താണ്, Q1 ആണ് ഒന്ന് ചെക്ക് ചെയ്യുന്ന ആ സ്റ്റെപ്പിലേക്ക് പോവുക. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ അതാണ് അൽഗോരിതം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം എന്താണ്, Q0 ബിറ്റ് എത്രയാണെന്ന് നോക്കുക. എത്രയാ? 1 ആണല്ലേ. അപ്പം 1011 ആണ്. ഇതാണ് നമ്മുടെ ക്യൂ. അപ്പോൾ Q0 എന്ന് പറയുമ്പോൾ LSB 1 വരും. 1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സോ അൽഗോരിതത്തിലേക്ക് പോവുക. 1 ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എയും എമ്മും കൂടെ ആഡ് ചെയ്യുക. അതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. 2 കാര്യങ്ങൾ ചെയ്യണം 1 ആണെങ്കിൽ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയും എമ്മും കൂടെ ആഡ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ റിസൾട്ട് ചേർത്ത് CAQ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ 1 ആയതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എയും എമ്മും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 0 0 0 0 ആണ്. എം എന്ന് പറഞ്ഞാൽ ഓൾ വൺസ് ആണ്. അപ്പോൾ എയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? A = A+M വരും.
അതൊന്നുമില്ല, സീറോയുടെ കൂടെ 1 ആഡ് ചെയ്താൽ 1 തന്നെയാണ് കിട്ടുക. പിന്നെയോ ക്യൂ ചേഞ്ച് ഒന്നുമില്ല, 1011. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അഡീഷൻ്റെ സ്റ്റെപ്പ് മാത്രമാണ് കേട്ടോ. സോ മൾട്ടിപ്ലിക്കൻറ്റിന് എമ്മിന് മാറ്റമൊന്നുമില്ല, എം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അഡീഷൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു, അതായത് എ എമ്മും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതാണ് മേളിൽ കാണിച്ചേക്കുന്നത്. ക്യാരി 0 ആണ്, കാരണം ആദ്യത്തെ അഡീഷനാണ്. അപ്പോൾ ക്യാരി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത ആ വാല്യൂ 0 തന്നെയാണ് ഉള്ളത്. സോ അഡീഷൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അഡീഷൻ കഴിഞ്ഞ് രണ്ടാമത് ചെയ്യേണ്ടത് ഈ ഒരു റൈറ്റ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? റൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് CAQ ആണ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും വാല്യൂ ഒരുമിച്ചെടുത്തിട്ട് വേണം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് റൈറ്റ് ഷിഫ്റ്റ് CAQ എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കൗണ്ട് ഒന്ന് കുറയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അഡീഷൻ കിട്ടിയ റിസൾട്ട് ഇവിടെ ഉണ്ട്, ഇത്. സോ ഇതാണ് നമ്മുടെ അഡീഷൻ്റെ റിസൾട്ട്. സിയും എയും ക്യൂവും കൂടെ ചേർത്ത് വേണം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ വാല്യൂസ് ചേർത്ത് വേണം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് ഇത്രയും വാല്യൂ ചേർത്ത്, ഇതാണ് CAQ. ഷിഫ്റ്റ് ചെയ്യേണ്ടത് റൈറ്റിലേക്കാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും MSB സൈഡിലേക്ക് ഒരു 0 നമ്മൾ ആഡ് ചെയ്യും. സോ ബാക്കി ഡിജിറ്റ്സ് എല്ലാം ഓരോന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകും. ഇപ്പോൾ ഈ 0 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും. സോ അങ്ങനെ പോവും. സോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? 0 0 0 1 1 1 1 0 1 എന്ന് കിട്ടും. അപ്പോൾ ഇതൊന്നുമില്ല, റൈറ്റ് സൈഡിലേക്ക് 0 ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഡിജിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ 0 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും. സോ അങ്ങനെ പോവും. സോ ഫൈനലി ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 1 ഇങ്ങോട്ട് വരും, ഈ 1 ഷിഫ്റ്റ് ഔട്ടായി പോവും. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇവിടെ ചെയ്യുന്നത് ഇത്രയും വാല്യൂ ഇത്രയും വാല്യൂ ഒരുമിച്ചാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ ഡിജിറ്റ്, ഈ 0, ഈ 4 ഡിജിറ്റ്, ഈ 4 ഡിജിറ്റ്, ഇത് മൂന്നും കൂടെ കൺസിഡർ ചെയ്ത് ഒറ്റ നമ്പർ പോലെ എടുത്തിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഷിഫ്റ്റ് ചെയ്ത് റിസൾട്ടാണ് രണ്ടാമത്തെ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ ലൈനിലുള്ളത് അഡീഷൻ്റെ മാത്രം റിസൾട്ടാണ്, രണ്ടാമത്തെ ലൈനിലാണ് ഈ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ റിസൾട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് നമ്മൾ ഒന്ന് കുറയ്ക്കണം. ഏതൊക്കെ? അഡീഷനും കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഷിഫ്റ്റിങ്ങും കഴിഞ്ഞു. സോ ഇതാണ് ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അഡീഷനും ഷിഫ്റ്റിംഗ് കഴിഞ്ഞാൽ കൗണ്ട് വാല്യൂ ഒന്ന് കുറയ്ക്കുക. സോ കൗണ്ട് വാല്യൂ കുറച്ചിട്ട് 0 ആണെന്ന് നോക്കുക. 0 അല്ലെങ്കിൽ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ കൗണ്ട് വാല്യൂ എത്രയാണ്? കൗണ്ട് 0 ആയിട്ടില്ല. പിന്നെ എന്താ വേണ്ടത്? ഇനി ഈ ഷിഫ്റ്റ് ചെയ്ത് കിട്ടിയ അത് നോക്കുക. അതിൽ ക്യൂവിൻ്റെ വാല്യൂ Q0 1 ആണോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ക്യൂ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, സിയും എയും ക്യൂവും കൂടെ ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ LSB വാല്യൂ നോക്കുക. LSB എന്താണ്? 1 ആണ്. 1 ആയതുകൊണ്ട് എന്താ വേണ്ടത്? അഡീഷൻ നടത്തണം, അതുപോലെ ഷിഫ്റ്റിംഗ് നടത്തണം. സോ അഡീഷൻ ഏതൊക്കെയാണ് നടത്തുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും, അതായത് അഡീഷനും ഷിഫ്റ്റിംഗ് കഴിയുമ്പോൾ എയുടെ വാല്യൂ 0 1 1 ആണ്. പ്ലസ് മൾട്ടിപ്ലിക്കൻ്റുമായിട്ട് ആഡ് ചെയ്യുക 1 1 1 1. സോ ഇതിന് കാരണം എന്താണ്? ഈ ഒരു Q0 ബിറ്റ് 1 ആയതുകൊണ്ടാണ്. 1 1 0 1 0 വരും. 1 പ്ലസ് ഇതിൻ്റെ ക്യാരി 1 വരും. 1 പ്ലസ് 1 പ്ലസ് 1 1 1 വരും. ക്യാരി 1 വരും. 1 പ്ലസ് 1 പ്ലസ് 1 1 1 വരും. വീണ്ടും ക്യാരി 1 വരും. 1 പ്ലസ് 1 0 വരും. ക്യാരി 1 വരും. സോ എയും എമ്മും കൂടെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 0 1 1 0 വരും. ക്യാരി 1 വരും. സോ അതാണ് ഇവിടെ എഴുതിക്കുന്നത് 0 1 1 0. സോ എയും എമ്മും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വരും. അഡീഷൻ കഴിഞ്ഞിട്ട് എന്താ വേണ്ടേ? അഗെയിൻ ഷിഫ്റ്റിംഗ് നടത്തണം. അപ്പോൾ അത് നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ ഈ ഒരു സിയും എയും ക്യൂവും കൂടെ ചേർത്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു 0 റൈറ്റിൽ ആഡ് ചെയ്യുന്നു. സോ ഈ ഒരു 1 ഇങ്ങോട്ട് വരും. പിന്നെ അടുത്ത 0 ഇങ്ങോട്ട് പോകും. സോ അങ്ങനെ ഫുള്ള് ആ ഒരു നമ്പർ CAQ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആകും. സിയും എയും ക്യൂവും കൂടെ ചേർത്ത്. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും 0 1 0 1 1 0 1 1 0. ഓക്കെ. സോ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. കൗണ്ട് ഒന്നും കൂടെ കുറയ്ക്കുക. ഇനി എന്താ വേണ്ടേ? ഇനി അഗെയിൻ Q0 1 ആണോ 0 ആണോ ചെക്ക് ചെയ്യുക. 1 ആണെങ്കിൽ അഡീഷൻ ഷിഫ്റ്റിംഗ് നടത്തുക. 0 ആണെങ്കിൽ ഷിഫ്റ്റിംഗ് മാത്രം നടത്തുക. സോ അതായത് ഈ ഒരു അൽഗോരിതം വെച്ചിട്ട് Q0 1 ആണെങ്കിൽ അഡീഷനും ഷിഫ്റ്റിംഗ് നടത്തണം. 0 ആണെങ്കിൽ ഷിഫ്റ്റിംഗ് മാത്രം നടത്തിയാൽ മതി. സോ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ്? ഇവിടെ വരുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ Q0യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? അടുത്ത സ്റ്റെപ്പിൽ A+M ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആയതുകൊണ്ട്. ജസ്റ്റ് ഷിഫ്റ്റിംഗ് മാത്രം മതി. സോ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? ഈ വാല്യൂവിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഫൈനൽ വാല്യൂ, അതായത് അഡീഷനും ഷിഫ്റ്റിങ്ങും കഴിഞ്ഞിട്ടുള്ള വാല്യൂ. സോ ഇതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 0 ഇപ്പുറത്ത് കയറുന്നു. സോ എൻ്റയർ നമ്പർ, അതായത് ഈ ഒരു CAQ ചേർത്ത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഇത് 0 0 1 0 1 1 0 1 1. സോ അഗെയിൻ കൗണ്ട് ഒന്ന് കുറയ്ക്കുന്നു. ഇനി എന്താ വേണ്ടേ? അഗെയിൻ ഈ ഒരു Q0 ബിറ്റ് 1 ആണോ 0 ആണോ നോക്കുക. 1 ആണ്. 1 ആയതുകൊണ്ട് എന്ത് ചെയ്യണം? അഡീഷൻ നടത്തണം, ഷിഫ്റ്റിംഗ് നടത്തണം. ഫസ്റ്റ് അഡീഷനാണ് നടത്തുന്നത്. എയും എമ്മും കൂടി ആഡ് ചെയ്യണം. അപ്പം ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 1 0 1 ആണ്. പ്ലസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 1 1 തന്നെയാണ്. സോ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1 1 0 വരും. 1 0 1 1 വരും. അഗെയിൻ 1 1 1 വരും. 1 1 സോറി, ഇവിടെ 0 ആയിരിക്കും വരിക. 1 1 0 വരും. അടുത്ത ഡേറ്റ് അഗെയിൻ 1 + 1 0 വരും. അടുത്ത 1 വരും. 1 + 1 + 1 1. റിമൈനിങ് 1 + 1 0 വരും. സോ ഇതായിരിക്കും A+Mൻ്റെ അഡീഷൻ്റെ റിസൾട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടുത്തെ. ഇനി എന്താ വേണ്ടേ? സോ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് എന്ത് ചെയ്യണം? അഗെയിൻ ഇവിടെ വന്ന ക്യാരിയാണ്. ഈ അഡീഷൻ കഴിയുമ്പോൾ ക്യാരി ഉണ്ടാവും.
അതുകൊണ്ടാണ് ഇവിടെ 1 ആയത്. സോ ലാസ്റ്റ് സ്റ്റേറ്റ് 1 ആയതുകൊണ്ട് അഡീഷൻ കൂടാതെ എന്തും കൂടെ ചെയ്യണം, ഷിഫ്റ്റിംഗ് കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു CAQവിനെ ചേർത്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. CAQ. സോ ഇത് ചേർത്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ഇവിടെ 0 വരും, ഈ 1 ഇങ്ങോട്ട് പോകും, അതുപോലെ എല്ലാ ഡിജിറ്റും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. സോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 0, ക്യാരി 0 വരും, A1010 വരും, ക്യൂവിൻ്റെ പാർട്ട് 0101 വരും. സോ ഇത് കഴിയുമ്പോഴത്തേക്ക് അഗൈൻ കൗണ്ട് 0 ആവും. സോ ദാറ്റ് വിൽ ബി അവർ ഫൈനൽ ആൻസർ. ഈ സ്റ്റെപ്പിൽ കിട്ടുന്ന ഈ ഒരു ആൻസറാണ് ലാസ്റ്റ് ആൻസർ വരുന്നത്. സോ ഇതാണ് ആ അൽഗോരിതം.